ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ നേരെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അമ്പലമാണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിലേക്ക് നമ്മുടെ ദേവയാനി ഫസ്റ്റ് വന്ന് ദൈവത്തെ കൈയെടുത്ത് ഇങ്ങനെ തൊഴുതു നിൽക്കുമ്പോൾ നമ്മുടെ നയനിയും പുറകെ വരികയാണ്. അങ്ങനെ നയനിയെ കണ്ട ഉടനെ മോള് വന്നോ എന്നും പറഞ്ഞ് നമ്മുടെ ദേവയാനി നയനിയും കൂട്ടി ഒരുമിച്ച് അവിടുത്തെ ദൈവത്തെ പ്രാർത്ഥിക്കുന്നു. അപ്പൊ അതിനു മുമ്പായിട്ട് ഇവര് പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ചന്തുമോളുടെ പേര് മാത്രമേ അറിയത്തുള്ളൂ, നാളറിയില്ല. അപ്പം ചന്തുമോളുടെ പേര് പറഞ്ഞപ്പോഴത്തേക്കും നാളേതാന്ന് അവിടുത്തെ പൂജാരി ചോദിക്കുമ്പോൾ അയ്യോ നാളറിയില്ല എന്ന് പറയുമ്പോൾ സാരമില്ല, പേരാണെങ്കിലും മാത്രം മതി എന്നും പറഞ്ഞ് പുഷ്പാഞ്ജലി കഴിപ്പിച്ച് ഇവരിങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ കനക പ്രാർത്ഥിച്ച് തൊഴുത് ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങി അപ്പുറത്തെ സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കാണ് നമ്മുടെ കനക വരുന്നത്. അപ്പൊ കനകയാണെങ്കിൽ ഇവരെ കണ്ടതും വലിയ സന്തോഷമൊന്നുമില്ല കേട്ടോ. തൻ്റെ മകളുടെ ജീവിതം അധോഗതിയിലാണല്ലോ എന്ന് ഓർത്തിട്ട് ഭയങ്കരമായിട്ടും സങ്കടപ്പെട്ട് മനമുരുകി പ്രാർത്ഥിക്കാൻ എങ്ങാണ്ട് വന്നതാ നമ്മുടെ നയനിക്ക് വേണ്ടി. നയനിയും ആദർശും തമ്മിലുള്ള ആ ഒരു പ്രശ്നം, അവർക്കിടയിൽ ഒരു പ്രശ്നവും എങ്കിൽ പോലും തൻ്റെ മകളുടെ ജീവിതം ആദർശിന്റെ കൂടെ കൂടി പോയല്ലോ എന്നൊക്കെ ഓർത്തിട്ടാണ്, ആ ഒരു തെറ്റിദ്ധാരണയാണ് നമ്മുടെ കനകദുർഗയെ അമ്പലത്തിലേക്ക് അതിനുവേണ്ടി ഇങ്ങനെ വന്നത് കേട്ടോ. പ്രാർത്ഥിക്കാൻ വേണ്ടി നയനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നത്. അപ്പൊ ഇവരെ കണ്ട ഉടനെ തന്നെ നമ്മുടെ കനക ഒന്ന് സ്റ്റക്കായി പോയി നിന്നു. അപ്പോഴത്തേക്കും പെട്ടെന്ന് നയനിയും ദേവയാനിയും ഫ്രണ്ടിലേക്ക് വന്നു. നയനിയും ദേവയാനിയും ഫ്രണ്ടിലേക്ക് വന്ന ഉടനെ തന്നെ അമ്മ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് വന്നോ എന്നിങ്ങനെ ചോദിച്ചതും അമ്പലത്തിലേക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുപോലെയുള്ള കാര്യങ്ങളാണല്ലോ മോളെ നടക്കുന്നത് എന്നിങ്ങനെ കനക ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും ദേവയാനി പറഞ്ഞു, ഞാനാ ഫസ്റ്റ് വന്നത്, മോൾ അതിന്റെ പുറകെയാ വന്നത്. അവിടെയുള്ളവർക്ക് ആർക്കും അറിയില്ലല്ലോ ഞങ്ങൾ ഒന്നിച്ച കാര്യങ്ങളൊന്നും, അതുകൊണ്ട് കള്ളത്തരം കാണിച്ചാലേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും കനക ചോദിക്കുന്നുണ്ട്, ദേഷ്യപ്പെട്ട് തന്നെയാട്ടോ ചോദിക്കുന്നത്, എന്തിനാ നിങ്ങൾ ഈ കള്ളത്തരം എല്ലാം കൂടെ മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്? ഇനി അതും കൂടെ അങ്ങോട്ട് തുറന്നു പറയത്തില്ലേ? എന്തിനാണ് കള്ളത്തരത്തിന് മേൽ കള്ളത്തരം, മൊത്തം ജീവിതത്തിൽ കള്ളത്തരം മാത്രം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും കനകയല്ല നയനി ചോദിച്ചു, അമ്മ എന്താ മൊത്തം കള്ളത്തരം എന്നൊക്കെ പറയുന്നത്? കള്ളത്തരത്തിലൂടെയല്ലേ ആദർശ് മോളെ കല്യാണം കഴിച്ചത്, മോള് കള്ളത്തരത്തിലൂടെ ആദർശിനെ കല്യാണം കഴിച്ചു എന്നായിരുന്നുവല്ലോ ആകെ മൊത്തത്തിലുള്ള പറച്ചില്. എന്നിട്ടിപ്പം എൻ്റെ മോളുടെ ജീവിതമല്ലേ മൊത്തം തകരാറിലായത്. മോളെ നീ എന്തിനാ ഇങ്ങനെ സഹിച്ചവിടെ നിൽക്കുന്നത്? നീ എന്തിനാ ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് കാണുന്നത്? അവിഹിതത്തിലുണ്ടായ സ്വന്തം ഭർത്താവിന്റെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് കാണാൻ അത്രയ്ക്കും മാത്രം എന്തിനാണ് നീ അവിടെ സഹിച്ച് കെട്ടിക്കിടക്കുന്നത്? പണ്ടൊക്കെ ആണെങ്കിൽ നീ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങളെ ബന്ധം തകരുമോ എന്നൊക്കെ. അതുകൊണ്ട് തന്നെ നീ വീട്ടിൽ വന്ന് നിൽക്കുന്നത് ഞങ്ങൾക്ക് വിഷമമായിരുന്നു. പക്ഷെ ഈ കാര്യം അറിഞ്ഞതിൽ പിന്നെ മോള് വീട്ടിൽ വന്ന് നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. എന്തിനാണ് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ മോള് സഹി കെട്ടി ജീവിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഈ ചോദ്യത്തിനൊന്നിൽ നയന പറഞ്ഞു, അമ്മ ഇനി ഒരക്ഷരം മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞപ്പം, മിണ്ടാതെ ഇതെല്ലാം കണ്ടിട്ട് അച്ഛനും അമ്മയും മിണ്ടാതിരിക്കണം എന്നാണോ നീ പറയുന്നത്? ഒരു മകളുടെ ജീവിതം ഇങ്ങനെ നശിച്ചു പോകുന്നത് കണ്ടിട്ട് എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് വന്ന് പ്രാർത്ഥിക്കാനും ഇതുപോലെ മോളെ ഉപദേശിച്ച് നേരെയാക്കാനും അല്ലേ പറ്റത്തുള്ളൂ. എല്ലാവരും ആദർശിനെ വിശ്വസിച്ചു, ആദർശിനെ ഞങ്ങളും വിശ്വസിച്ചു. എൻ്റെ മോൾക്ക് കിട്ടിയ ജീവിതം ഏറ്റവും നല്ലതാണെന്ന് കരുതി. അതുപോലെ ദേവയാനിയുടെ മകൾ നല്ലൊരുത്തനാണെന്ന് ഞങ്ങൾ കരുതി. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞങ്ങൾക്ക് തിരിച്ചടി മാത്രമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് എൻ്റെ കുഞ്ഞിനെ അനന്തപുരി തറവാട്ടിലിട്ട് ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? അവളുടെ മനസ്സിലുണ്ട് വേദനകൾ, അത് ഞങ്ങൾക്കറിയാം. നിന്റെ അച്ഛൻ്റെ മുമ്പിൽ ചെന്ന് നിനക്ക് തലയിൽ തൊട്ട് പറയാൻ പറ്റുമോ? നീ സന്തോഷത്തോടു കൂടിയാണ് അവിടെ ജീവിക്കുന്നത്, നിന്റെ ഭർത്താവ് ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് നിനക്ക് പറയാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയന പറഞ്ഞു, അമ്മ ഇനി മിണ്ടാതിരിക്കുക, എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പറഞ്ഞല്ലോ എനിക്കൊരു പ്രശ്നമില്ല, അത് അച്ഛൻ്റെ തലയിൽ നിന്നല്ല അമ്മയുടെ തലയിൽ തൊട്ട് വേണമെങ്കിൽ ഞാനിപ്പോൾ സത്യം ചെയ്യാം, എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാനും ആദർശേട്ടനും സന്തോഷത്തോടു കൂടി തന്നെയാണ് ജീവിക്കുന്നത്. പണ്ട് എനിക്ക് ആദർശേട്ടനോട് എത്ര സ്നേഹമുണ്ടോ അതിനേക്കാളും ഇരട്ടി സ്നേഹമാണ് എനിക്കുള്ളത്. വെറുതെ ഇങ്ങനെ നുണ പറയല്ലേ. അച്ഛനെയും അമ്മയെയും വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി നിന്റെ ഈ നുണ പറച്ചിലുണ്ടല്ലോ, അത് കൂടുതൽ ഞങ്ങളെ വിഷമിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു മോൾക്ക് ആ വീട് നന്ദാവനത്തിന്റെ വാതില് തുറന്നു കിടക്കുക, മോൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം, മോളുടെ മനസ്സിന്റെ താളം തെറ്റുന്നതിന് മുമ്പ് എപ്പോൾ വേണമെങ്കിലും വരാം എന്നൊക്കെ പറയാണ്. അപ്പൊ ഇതേ സമയം നമ്മുടെ കനകയും അതുപോലെ തന്നെ കനകയല്ല കേട്ടോ, ജലജയും അനാമികയും
അവരുടെ ഒരു കണ്ടുപിടുത്തമാണല്ലോ. ഇനിയിപ്പോൾ എന്തൊക്കെയോ നടക്കാൻ പോകുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ദേവയാനിയും നയനയും ഒന്നിച്ചു എന്നൊരു ചെറിയൊരു സംശയമൊക്കെ ഉണ്ട്, ഒരു കണ്ടുപിടുത്തമൊക്കെ നടത്തി വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവര് ഒരുമിച്ചല്ലെങ്കിൽ പോലും ആദ്യം ഒന്ന് ദേവയാനി, പിന്നെ പുറകെ നയന. ഓഫീസിൽ പോകേണ്ട രീതിയിലല്ല നയന ഇറങ്ങിയത്. അപ്പൊ ഈ ഒരു ചർച്ചാ വിഷയമാണ് അവിടെ നടക്കുന്നത്. കനകയല്ല, സോറി, ജലജയും അനാമികയും ജാനകിയും കൂടി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. ഇപ്പൊ ജാനകി പറയുന്നുണ്ട്, അവള് രാവിലെ കുളിച്ചിട്ട് അമ്പലത്തിൽ കുളിച്ചിട്ടാണ് അവള് എന്നും പോകുന്നത്, ഇന്നും കുളിച്ചിട്ട് തന്നെയാണ് പോയത്. അപ്പൊ ചിലപ്പോ ഓഫീസിലേക്കായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും അനാമിക പറയാണ്, ഹേയ്, ഓഫീസിലേക്ക് പോവാണെങ്കിൽ ആദർശേട്ടന്റെ കൂടെ അല്ലേ പോകത്തുള്ളൂ, ഇത് ആദർശേട്ടന്റെ കൂടെ അല്ലല്ലോ പോയിരിക്കുന്നത്, ഇത് തന്നെയല്ലേ പോയത്. അവള് ഇപ്പൊ വലിയ വൃത്തിയും ശുദ്ധിയൊക്കെ കാണിക്കുന്നുണ്ടെന്നേ ഉള്ളൂ, മനസ്സിൽ അവളുടെ വൃത്തി ശുദ്ധി ഒന്നുമില്ല. കുളിച്ചു, അവള് പണ്ട് കോലം വരയ്ക്കുമായിരുന്നല്ലോ, ഇപ്പൊ അവള് കോലം ഒന്നും വരയ്ക്കാറില്ലല്ലോ. അവളേ ഒരു കോലം, ഇനിയിപ്പൊ കോലം വരയ്ക്കാത്തതിന്റെ കുറവും കൂടെ ഉള്ളൂ. അപ്പൊ ജലജ പറഞ്ഞു, നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് അമ്പലത്തിലേക്കൊന്ന് പോയി നോക്കിയാലോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അനാമിക പറഞ്ഞു, അതെ അപ്പച്ചി, ഇനി അതാ ചെയ്യേണ്ടത്. നമുക്ക് ഏതായാലും വല്യമ്മ അമ്പലത്തിലേക്കല്ലേ പോയത്. അപ്പൊ ജലജ പറയും, അവളും പഠിച്ച കള്ളിയാണ്, അവൾ ആരാ സാധനം എന്നറിയാമോ, ഒരു വളിയമ്മ വന്നിരിക്കുന്നു, അവളെ എന്നെ എന്തോരം താഴ്ത്തി കെട്ടിയിട്ടുണ്ടെന്നോ, ഞാൻ ഈ വീട്ടിലെ അല്ലെന്നും പറഞ്ഞ് അവളെ എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അവളും കള്ളക്കളിയിലെ അങ്ങേയറ്റത്തെ ആശാത്തിയാണ്, ഇന്നെല്ലാത്തിൻ്റെയും കള്ളത്തരം പൊളിക്കണം, നോക്കിക്കോ, വാ നമുക്കിന്ന് പോകാം, പോയി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ അനാമികയും ജലജയും കൂടെ ചേർന്ന് അങ്ങനെ ഇവര് നേരെ അമ്പലത്തിലേക്ക് ചെല്ലുന്നു. അമ്പലത്തിലേക്ക് ചെല്ലുമ്പോൾ ഇവര് ഇങ്ങനെ വലിയ ചർച്ചാ വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കനകയും ദേവയാനിയും നയനിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവര് ജലജയോട് ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുന്നതും ദാ നിൽക്കുന്നു നമ്മുടെ ജലജയും അതുപോലെ തന്നെ അനാമികയും. അപ്പൊ പെട്ടെന്ന് ഇവര് കണ്ടപ്പോഴത്തേക്കും ഒന്ന് സ്തംഭിച്ചു പോയിട്ടോ നമ്മുടെ ദേവയാനിയും നയനിയും കൂടി. അപ്പോഴത്തേക്കും തന്നെ പെട്ടെന്ന് ജലജ കേറി അമ്പലത്തിലേക്ക് കയറിയല്ല, അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഇങ്ങ് പോന്നായിരുന്നു. അപ്പൊ ഒരു വഴിയുണ്ട്, ആ ഒരു വഴി സൈഡിലാണ് ഇവർ നിന്ന് സംസാരിക്കുന്നത്. അപ്പൊ ജലജ വന്നിട്ട്, ഓഹോ, രണ്ടുപേരും കൂടെ ഒന്നിച്ചാണല്ലേ വന്നത്, ഞങ്ങളെ എല്ലാവരെയും കൂടെ പറ്റിച്ചിട്ട് രണ്ടുപേരും കൂടെ ഒന്നിച്ച് നടക്കുകയാണല്ലേ എന്ന് കണ്ടപ്പോ തന്നെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പറഞ്ഞു, അതിന് ഞാനാണല്ലോ ആദ്യം വന്നത്, അത് കഴിഞ്ഞ ഇവള് വന്നത്. ഏതായാലും കണ്ടല്ലോ, 2 കാറിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്, കാറ് ദേ കിടക്കുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു സ്നേഹം ഉണ്ടായിരുന്നെങ്കിലേ ഞങ്ങൾക്ക് ഒരുമിച്ച് വരത്തില്ലായിരുന്നോ. പിന്നെ ഇവളുടെ കൂടെ എനിക്കിട്ട് അമ്പലത്തിലേക്ക് വരാനും തോന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ കനക ഇങ്ങ് ഇറങ്ങി വരികയാണ്. അപ്പൊ കനക ഇങ്ങ് ഇറങ്ങി വന്നത് ജലജേനെ കണ്ടു. അപ്പം കനകയും പേടിച്ചു പോയിട്ട് ഇനി ഇവര് തമ്മിൽ ഒന്നിച്ച് നിൽക്കുന്നത് കണ്ടു കാണുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് ഇറങ്ങി വരുന്നത് കനക ഇങ്ങനെ ഇറങ്ങി വന്നത് ജലജ പറഞ്ഞു, ഓഹോ, നീയും ഉണ്ടായിരുന്നോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എനിക്ക് ഒരു കാര്യം മാത്രമേ കനകയോട് പറയാനുള്ളൂ. കനകയുടെ മോളുടെ ജീവിതം ഇപ്പൊ കാണുന്നുണ്ടല്ലോ, ഈ മോളുടെ ജീവിതമല്ല, എൻ്റെ അഭിമോന്റെ ഭാര്യയുടെ കാര്യം ഞാൻ പറഞ്ഞത്. അവളിപ്പൊ നല്ല രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത്, അവൾക്ക് ഒരു കുറവും ഇപ്പൊ ഇല്ല. അവൾക്കുള്ള കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധനം വന്ന് കേറിയിട്ടുണ്ട്. അവളെയാ ഇപ്പൊ എല്ലാവരും പൊക്കി പിടിച്ചോണ്ട് നടക്കുന്നത്. എടി, നിന്റെ സ്വന്തം കൊച്ചുമകനെ ആരും സ്നേഹിക്കുന്നില്ല, എന്നിട്ട് നീ ഇപ്പോഴും നിന്റെ മരുമകനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണോ. ആദർശ് എന്ന് പറയുന്ന ആദർശ് വീരനെ. ഇത് കേട്ടത് നമ്മുടെ നയനിക്കും ദേഷ്യം വന്നിട്ട്. അപ്പം ദേവയാനി ഇത് കേട്ടോണ്ട് നിൽക്കുകയാണ്. അപ്പം ദേവയാനി പറഞ്ഞു, എന്തൊക്കെയാ ജലജ അമ്പലത്തിന്റെ മുമ്പിൽ വന്ന് സംസാരിക്കുന്നത്, ഇതൊക്കെ അമ്പലത്തിന്റെ മുമ്പിൽ വെച്ച് സംസാരിക്കേണ്ട കാര്യങ്ങളാണോ. എന്തു പറ്റി ഏടത്തേക്ക്, മകനെ പറഞ്ഞപ്പോ നോവുന്നുണ്ടോ, ഉള്ളതല്ലേ ഞാൻ പറയുന്നത്. അവൻ ആദർശ വീരനെന്നും പറഞ്ഞ് നടന്നിട്ട് അവൻ കാണിച്ചു വെച്ചിരിക്കുന്നത് എത്രമാത്രം തെറ്റായ കാര്യമാണ്. എനിക്കറിയാം കനകെ, നിന്റെ മനസ്സിൽ വിഷമമൊക്കെ ഉണ്ട്. നിന്റെ ഒരു മോളുടെ ജീവിതം നല്ല രീതിയിൽ സെറ്റപ്പായി വന്നപ്പോഴത്തേക്കും അടുത്ത മോള് പടർന്നു വീണു. അപ്പോഴത്തേക്കും നമ്മുടെ നയനം പറഞ്ഞു, ഞാൻ അങ്ങനെ വീണിട്ടൊന്നുമില്ല, അപ്പച്ചി എന്നെ വീഴ്ത്താൻ നോക്കുകയും വേണ്ട. എൻ്റെ ആദർശേട്ടനെ കുറിച്ച് നിങ്ങൾ എന്തിനാ പറയുന്നത്. എൻ്റെ ആദർശേട്ടൻ എന്തും ചെയ്തോട്ടെ, അത് സഹിക്കാനും ക്ഷമിക്കാനും ഞാൻ തയ്യാറാണ്. എൻ്റെ ആദർശേട്ടനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. നിന്റെ ആദർശേട്ടനെ നീ എവിടെ നിന്നാണ് സ്നേഹിക്കുന്നത്. എടി, നിന്റെ മനസ്സിൽ വേദനയാടി. നീ നിന്റെ മനസ്സിലെ വേദന ഭഗവാനോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് വെന്തുരുകാൻ വേണ്ടിയല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ കനകെ ഇവൾ അഭിനയിക്കുകയാണ്. ഏതെങ്കിലും ഭാര്യമാർക്ക് സ്വന്തം ഭർത്താവിൻ്റെ അവിഹിതത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞിനോട് ഇതുപോലെ സ്നേഹം ഉണ്ടാകുമോ. ഒരിക്കലും ഉണ്ടാവില്ല. എന്നിട്ട് ഇവൾ ഇവിടെ കിടന്ന് നാടകം കളിക്കുക, അമ്പലത്തിൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ. അപ്പൊ നയന പറഞ്ഞു, അപ്പച്ചി മിണ്ടാതിരിക്കുന്നുണ്ടോ, എനിക്ക് അമ്പലത്തിൽ വന്ന്
കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ട ഓരോ ആവശ്യമില്ല. അതിന് മാത്രം ഒന്നും എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിച്ചിട്ടുമില്ല, ഇനിയോട്ട് സംഭവിക്കാനും പോകുന്നില്ല. നിങ്ങളുടെ ജീവിതമൊക്കെ നേരെയാകാൻ നിങ്ങൾ നോക്കിയാൽ മതി, മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി ഇടപെടണ്ട. എൻ്റെ ആദർശേട്ടനെ കുറിച്ച് ഇനി ഒരു വാക്ക് പറയരുത്. അപ്പം നമ്മുടെ ദേവയാനി ഇതിൻ്റെ ഇടയിൽ നിങ്ങളായി നിങ്ങളുടെ പാടായി, എൻ്റെ മോനെക്കുറിച്ച് നിങ്ങൾ എന്തു പറയുമോ പറയാതെ ഇരിക്കുമോ, എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല, ഞാൻ പോകുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി അങ്ങ് പോവുകയാണ് കേട്ടോ. കാരണം ദേവയാനി ഇതിൻ്റെ ഇടയിലില്ല. കനകയും നയനയുടെയും ഇടയിൽ ദേവയാനി ഇല്ല, ദേവയാനി ഇവരുടെ കൂടെ അല്ല വന്നത് എന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ദേവയാനി നേരത്തെ അവിടെ നിന്ന് തടിതപ്പി അങ്ങ് മുങ്ങുന്നത്. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് ഈ സീനിനെ തുടർന്ന് നമ്മുടെ അനാമിക അമ്പലത്തിന്റെ വെളിയിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പം 1 പറഞ്ഞ് 2 പറഞ്ഞ് 3 പറഞ്ഞ് നമ്മുടെ അനാമികയും അകത്തേക്ക് കയറി വരാൻ തുടങ്ങിയപ്പോഴത്തേക്കുമാണ് ജലജ പറയുന്നത്, മോൾ ഒരു കാര്യം ചെയ്യ്, മോൾ അമ്പലത്തിൽ ഇവിടം വരെ വന്നല്ലേ, മോള് പോയി തൊഴുതിട്ട് വാ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ പോയി തൊഴുതോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുകയാണ് കേട്ടോ. നമ്മുടെ നയനെ ഇങ്ങനെ തരം താഴ്ത്തി പറയുന്നു, അതുപോലെ ആദർശനെ തരം താഴ്ത്തി പറയുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ നയന പറയുന്നുണ്ട്, നീ അമ്പലത്തിലേക്ക് പോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്, എന്തിനാ നീ ഇത്രയും വൃത്തികെട്ട ചളിയുള്ള മനസ്സ് വെച്ചുകൊണ്ട് അമ്പലത്തിനകത്തേക്ക് കയറി പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ നയന. അപ്പൊ ഇതുകൂടെ കേൾക്കുമ്പോഴത്തേക്കും അനാമികയ്ക്ക് കലി വരികയാണ്. അപ്പൊ ഈ സമയത്ത് നമ്മുടെ കനകയെ കുത്തി കുത്തി വേദനിപ്പിക്കുകയും കനകയെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ നവ്യയെ ഒത്തിരി വലിയ രീതിയിൽ നല്ല രീതിയിൽ കാണിക്കുകയും അവളെ ഇപ്പൊ എൻ്റെ മരുമകളായിട്ട് ഞാൻ അംഗീകരിക്കുന്നുണ്ട്, ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള രീതിയിലാണ് കനകയോട് ഇങ്ങനെ ജലജ സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജലജയും കനകയെ സപ്പോർട്ട് ചെയ്താട്ടോ അവിടെ സംസാരിക്കുന്നത്. ആ ഒരു സമയത്ത് നമ്മുടെ നയനയുടെ മുമ്പിൽ നിർത്തി തന്നെ കനകയെ നല്ലവളാക്കി തന്നെയാണ് ജലജയെ നല്ലവളാക്കി തന്നെയാണ് കനക സംസാരിക്കുന്നത്. പേര് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. കനക സംസാരിക്കുന്നത് ജലജയെ നല്ലവളാക്കി തന്നെയാണ്. കാരണം വേറൊന്നുമല്ല, ഇപ്പൊ നമ്മുടെ ജലജയും അഭിയും ആണല്ലോ ആദർശിനേക്കാളും ഒരു പടി മുന്നിൽ നിൽക്കുന്നത്. ഇതൊന്നും അറിയാതെയാണ് കനക ഈ കിടന്ന് പ്രസംഗിക്കുന്നത് ഓർത്തോണം. അഭിയുടെ കുഞ്ഞാണ് ചന്തുമോളെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ ഉണ്ടാകാൻ പോവുക. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സിറ്റുവേഷൻസുകളാട്ടോ കാണിക്കുന്നത്. സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചന്തത്തരം പറയുന്നു, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ദേവയാനി മാറിപ്പോയി നിൽക്കുന്നുണ്ട്. എൻ്റെ ഈശ്വര, കള്ളത്തരങ്ങളെല്ലാം കണ്ടുപിടിക്കുവോ? ഇതിനി എത്ര ദിവസം എനിക്ക് മറച്ചു വെക്കാനായിട്ട് സാധിക്കും? എൻ്റെ കരള് തന്ന എൻ്റെ മരുമകള് നയനയാണെന്ന് പറയേണ്ടി വരുമോ എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്ന് പേടിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ ദേവയാനി ഒരു തീരുമാനം അപ്പോൾ തന്നെ എടുക്കുകയാണ്, അമ്പലത്തിൽ വെച്ച് തന്നെ എടുക്കുകയാണ്. ഇനിയിപ്പം ഈ കള്ളത്തരം അധികം നാള് മുന്നോട്ടേക്ക് കൊണ്ടുപോകണ്ട, ഇതേതായാലും സത്യം മറന്നേക്ക് പുറത്തു വരണമല്ലോ. അപ്പം സത്യം പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യണം, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ കള്ളത്തരത്തിലൂടെ ഇവർക്ക് ജീവിക്കേണ്ടി വരും, സമാധാനം നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ അമ്പലത്തിൽ വെച്ച് ഒരു പ്രത്യേക എന്താ പറയുക, വെളിവ് വീഴുന്ന പോലെ നമ്മുടെ ദേവയാനിക്ക് തോന്നുന്നുണ്ട് സത്യങ്ങളൊക്കെ അറിയണമെന്ന്. ഏതായാലും ദേവയാനി വണ്ടി കയറി ഈ സമയത്ത് പോവുകയും നമ്മുടെ നയനയും അതുപോലെ തന്നെ അനാമികയും തമ്മിലുള്ള സംസാരവുമാണ് ഇന്നത്തെ ലാസ്റ്റ് സീനായിട്ട് കാണുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു സംസാരമാണ് ഇന്നത്തെ ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത്. കനക പറയുന്ന ഓരോ വാക്കുകളും നയനയുടെ മനസ്സിൽ അമ്പ് തറച്ചു വീഴുന്ന പോലെയാണ്. കാരണം അത്രയ്ക്കും ആദർശിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് നമ്മുടെ കനക. സത്യം തുറന്നു പറയാൻ പറ്റാത്ത ഒരു രീതിയിൽ വല്ലാത്തൊരവസ്ഥയിലാണ് നയനയുള്ളത്. കാരണം ആദർശിന്റെ കുഞ്ഞാണ് ചന്തുമോളെന്നാണ് ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത് കനക. അതുകൊണ്ടാണ് ആദർശിനെ ഇത്രയും കുറ്റപ്പെടുത്തുന്നത്. അപ്പം സത്യം അറിയുമ്പോൾ എത്രമാത്രം കനകയുടെ മനസ്സ് വേദനിക്കും. നമ്മുടെ അഭിയാണ് തെറ്റുകാരൻ, ഇത്രയും നാൾ ആദർശിനെ കുറ്റപ്പെടുത്തി എന്ന് തോന്നുമല്ലോ. അപ്പം എൻ്റെ അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു മഹാപാപമാണല്ലോ, അതിന് ഞാനും കൂടെ കാരണക്കാരിയാകുകയാണല്ലോ, സത്യം ഒന്നും തുറന്നു പറയാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നയനെ അവിടെ നിന്ന് ഒരു നിമിഷം മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുന്ന ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പം ഇന്ന് കൂടുതലും ഈ അമ്പലത്തിലുള്ള സീനുകളൊക്കെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഒത്തിരി വലിച്ചൊന്നും നീട്ടുന്നില്ല. ഞാൻ ഡയലോഗ് റിപ്പീറ്റ് ചെയ്ത് തന്നെയാണ് നമ്മുടെ ജലജയും കനകയും ഒക്കെ സംസാരിക്കുന്നത്. ആദർശിനെ കുറിച്ചും ആദർശിനെ തരം താഴ്ത്തിയും ഒക്കെ തന്നെയാണ് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ അടുത്ത വിശേഷവുമായിട്ട് കാണാം. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിച്ചിട്ട് പോകണം. 2-3 ദിവസമായിട്ട് നമ്മുടെ വീഡിയോ ഇംഗ്ലീഷിലേക്ക് ഡബ്ബാകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം കുറച്ച് പേരിങ്ങനെ ബുദ്ധിമുട്ട് പറഞ്ഞായിരുന്നു, ഇംഗ്ലീഷിലേക്ക് ഡബ്ബായിരിക്കുന്നു, ചിന്നു എന്താ ഇംഗ്ലീഷ് പറയുന്നത്. ഞാൻ ഒരിക്കലും ഇംഗ്ലീഷ് പറയുന്നതല്ല, നമ്മുടെ യൂട്യൂബിൻ്റെ പുതിയൊരു അപ്ഡേഷൻ ആയിരുന്നു അത്, ഇംഗ്ലീഷിലേക്ക് ഡബ്ബാകുന്നത്. അതുപോലെ ടൈറ്റിൽസ് ഒക്കെ ഇംഗ്ലീഷിലേക്ക് തന്നെ അവർ മാറ്റുമായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് നമുക്കത് പുതിയ അപ്ഡേഷനൊക്കെ ഞാനത് മാറ്റി ഒക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ അങ്ങോട്ടേക്ക് മലയാളത്തിൽ തന്നെ ആയിരിക്കും കേട്ടോ വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. ടാറ്റാ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.